السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. قال رسول الله صلى الله عليه وسلم: الصيام جنة فلا يرفث ولا يجهل وإن امرؤ قاتله أو شاتمه فليقل إني صائم مرتين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പ് ഒരു പരിചയാണ്. അതിനാൽ നോമ്പുകാരൻ ചീത്ത വാക്ക് പറയുകയോ മാന്യതയ്ക്ക് നിരക്കാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അവനോട് ആരെങ്കിലും ഷണ്ട കൂടുകയോ വഴക്കു പറയുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് 2 തവണ പറയട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമല്ലാ അവരുടെ സ്വഹീഹുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. നോമ്പുകാരൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുപോലെ ഏഷണി, പരദൂഷണം, പരിഹാസം, അഹങ്കാരം, വഞ്ചന, കളവ് പറയൽ, വ്യഭിചാരം തുടങ്ങിയവയിൽ നിന്നെല്ലാം തൻ്റെ അവയവങ്ങളെ കാത്തുസൂക്ഷിക്കണം. നോമ്പ് എന്നാൽ കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല. വയറിനും വായക്കും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പാക്കിയതുപോലെ തൻ്റെ നാവിനും കണ്ണിനും കാതിനും നാവിനുമെല്ലാം നോമ്പാക്കണം. കണ്ണുകൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നോക്കാതെ അത് കാണാതെ, കാതുകൊണ്ട് അനാവശ്യമായ നിഷിദ്ധമായ കാര്യങ്ങൾ കേൾക്കാതെ, വായ കൊണ്ട് അനാവശ്യമായ നിഷിദ്ധമായ അത് പറയാതെ ഇവക്കൊക്കെ നോമ്പാക്കണം. നല്ലത് കാണുക, കേൾക്കുക, പറയുക, ചിന്തിക്കുക. ഒരാൾ ഇങ്ങോട്ട് ഷണ്ട കൂടാൻ വന്നാൽ പോലും അവനോട് തിരിച്ച് തർക്കിക്കാനോ ഷണ്ട കൂടാനോ നിൽക്കാതെ ഞാൻ നോമ്പുകാരനാണ് എന്ന് മാത്രം മറുപടി നൽകുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല വാക്കുകൾ പറഞ്ഞും കേട്ടും നല്ല കർമ്മങ്ങൾ ചെയ്തും നല്ലത് ചിന്തിച്ചും നോമ്പിലൂടെ അവയവങ്ങളെ സംസ്കരിച്ച് യഥാർത്ഥ നോമ്പുകാരനായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.